എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു കോളിഫ്ലവർ ഫ്രൈയും ഒരു സോസും ഉണ്ടാക്കാം. തക്കാളി സോസാണ് ഉണ്ടാക്കണത്. നമുക്ക് വളരെ പെട്ടെന്നും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തട്ടുകടയിൽ കിട്ടുന്നതിനേക്കായി ഏറ്റവും നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് നല്ലൊരു അടിപൊളി ഒരു കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി ആദ്യം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി നുറുക്കി എടുക്കണം. ഇപ്പോൾ നമുക്ക് ചെറിയ പീസാക്കി നുറുക്കിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വലുതായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ നുറുക്കിയെടുക്കാം. അതല്ല നമുക്ക് ചെറിയ പീസായിട്ടാണ് പെട്ടെന്നൊക്കെ വേവാനൊക്കെ ആണെങ്കിൽ ചെറിയ പീസാക്കുമായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ നീണ്ടു നിൽക്കുന്ന തണ്ട് പോലെ ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നമ്മൾ നുറുക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് വേസ്റ്റ് വന്നത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത്ര അതിനകത്ത് വേസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ അതിനകത്ത് നീണ്ടു നിന്ന തണ്ടെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ തയ്യാറാക്കാം. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിനകത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് മക്കും കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തെങ്കിലും വിഷാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്കും മുഴിഞ്ഞു വന്നോളും. ഇനി നമുക്കൊരു സ്റ്റീമറിലേക്ക് ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വാങ്ങുന്നതിന് ശേഷമാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ. അതിന് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും ബീഫ് മസാലയും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച്. ഞാനിത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് വെജിറ്റബിൾ ഓയിലും കുറച്ച് കളറും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഊറ്റി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി കുഴമ്പ് പരുവത്തിന് അത് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോഴാണ് നമുക്ക് ശരിക്കും മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു സോസ് തയ്യാറാക്കാം. അതിനാദ്യം മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് കുറച്ച് തക്കാളിയും സവാളയും ഒരു ചെറിയൊരു പച്ചമുളകും, ഞാൻ അത്രയാണ് ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളി സോസാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പാകത്തിനാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഊറ്റി ആണ് അരച്ചെടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുക്കണം. നമ്മൾ പേസ്റ്റ് പരുവത്തിന് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് കോളിഫ്ലവറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ആ പുളി കൂടിയില്ലാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കോളിഫ്ലവർ എടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായി വരികയാണെങ്കിൽ നമുക്കിത് കോരിയിട്ട് പൊരിച്ചെടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ കിട്ടുന്നതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്ത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.